ഓസ്കാർ കുട്ടൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സർവൈവ് ചെയ്തിരിക്കുകയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കറുപ്പ് ഓസ്കാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, വിധിയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഇവ ഇങ്ങനെ കിടക്കണതാണെന്ന് ചത്ത പോലെ തോന്നും. പക്ഷേ ഇവൻ ചത്തിട്ടില്ല കുട്ടന്മാരെ. ഹീ ഈസ് മോർ ആക്ടിവേറ്റഡ് കുടുകുടുകുടുന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഗപ്പികൾ നിറഞ്ഞെടുക്കുന്ന ഈ ടാങ്കിലെ എല്ലാ ടീമുകളെയും പിടിച്ച് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിലാണ് ഓസ്കാറിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിറച്ച് ഷ്രിമ്പുകളൊക്കെ ഉണ്ട്, ഇതിനുള്ളിലൊക്കെ ഉണ്ട് കുറേ ഷ്രിമ്പുകൾ. അപ്പോൾ ആ ഷ്രിമ്പുകളെയും നമ്മൾ പിടിച്ച് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താവും നമുക്കറിയില്ല, കണ്ടറിയണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്ലാറ്റി ടാങ്കാണ്. നിറയെ പ്ലാറ്റികൾ ഓടിക്കളിക്കുന്നൊന്നും ഇതിൽ കാണാണ്ടാവില്ല, എന്നാലും ഉണ്ട് 2-3 അവിടെ ഇവിടെ വലുതുകളും പിന്നെ കുറേ ചെറുതുകളും ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിലും നമ്മുടെ ഷ്രിമ്പുകുട്ടന്മാർ എന്താ പറയുക ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവരെയൊക്കെ മാറ്റാൻ പോകുന്ന നമ്മുടെ പുതിയ ടാങ്ക്, ഇത് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേതുപോലെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് അല്ല, ഇത് നമ്മുടെ ഫ്രീസറില്ലേ, ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്രീസർ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിലേക്ക് ആണ് നമ്മൾ ഇവരെ മാറ്റാൻ പോകുന്നത്. ഇവരൊക്കെ ഇനി പിടിച്ച് നമ്മളിതിൽ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വലയെടുക്കുന്നു, കോരുന്നു, കൊണ്ടുപോയിടുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചെടി അതേപോലെ ഒന്നും അതിലേക്ക് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചെടികളുടെ കാരണമാണ് ഇവർ ഇത്രയധികം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവരെന്നെ പിടിച്ചിരുന്നില്ല കുട്ടികളെ. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ടാങ്കുകളിൽ ചെടികളുണ്ടാവണം നല്ലതാണെന്ന് പറഞ്ഞു നമ്മളതിലേക്ക് നമ്മൾ ഓരോ ടീമുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ 90s കിഡ്സിന് എല്ലാവർക്കും ഗപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ്. എൻ്റെ ഒരു ഇതിൽ അങ്ങനെ എനിക്ക് തോന്നണം. എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഗപ്പീനെ വളർത്തുന്ന ആൾക്കാർ. ഞാനും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പണ്ട് കുറേ കഷ്ടപ്പെട്ട് ഗപ്പീനെ വളർത്തുന്നു, അത് കുറേ ചത്തുപോകുന്നു, ഓവർ കെയറൊക്കെ കൊടുത്തിട്ട്. അതൊന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും വളർത്തുന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിലും കൂടുതലായിട്ട് അതിനൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ എല്ലാതും വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സാധനം അധികമായ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ വലിയൊരു ഓവർ കെയർ, ഓവർ സ്നേഹം എല്ലാം നിർത്തിയെന്ന് പറഞ്ഞു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടാങ്കിൽ നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ നീന്തി തുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പഴയ ടാങ്ക് ഇനി കഴുകിയിട്ട് നമ്മുടെ ഓസ്കാറിന് അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.